തരിശു നിലങ്ങളെ പൊന്നു വിളയിക്കുന്ന നെൽപ്പാടങ്ങളാക്കിയും മൊട്ടക്കുന്നുകളെ പച്ചപുതച്ച പച്ചക്കറിത്തോട്ടങ്ങളാക്കി മാറ്റിയും സന്യാസ ജീവിതത്തിന് വേറിട്ടൊരു ഭാഷ്യം ചമയ്ക്കുകയാണ് സ്വാമി യോഗാനന്ദ സരസ്വതി. വികസനമെത്താത്ത കേരളത്തിന്റെ വടക്കേ അതിർത്തിയിലെ കൊണ്ടേവൂർ ഗ്രാമം നിത്യാനന്ദ യോഗ ആശ്രമം ദത്തെടുത്തതിന് തുല്യമാണ്. ഹൈടെക് ആശ്രമത്തിൽ നിത്യാനന്ദ സ്വാമിയും സന്തോഷ് മാധവന്മാരും ലൗകിക സുഖഭോഗങ്ങളിലും ആർഭാടങ്ങളിലും നീന്തിത്തുടിക്കുമ്പോൾ ഗ്രാമീണരുടെ കണ്ണീരൊപ്പാനും പട്ടിണി മാറ്റാനും സന്യാസ ജീവിതം വഴിമാറ്റി വെച്ചിരിക്കുകയാണ് യോഗാനന്ദ സരസ്വതി. പട്ടിണിയിലൂടെ കടന്നുപോകുന്ന സ്വന്തം ശൈശവ ബാല്യ കൗമാരങ്ങൾ നൽകിയ അനുഭവ പാഠങ്ങളിൽ നിന്ന് നൂതനമായ ഊർജം കരുത്താക്കി കർമ്മമണ്ഡലത്തെ അഞ്ചാക്കി പകുത്താണ് യോഗാനന്ദ സരസ്വതി തന്റെ സ്വപ്ന പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. 5 യോജനയാണ് ആശ്രമത്തിലിട്ടിട്ടുള്ളത്. ഒന്ന് അന്നം, അക്ഷര, ആരോഗ്യം, ആശ്രയം, ആധാരം. അന്ന യോജനയിൽ അന്നദാനവും, അക്ഷര യോജനയിൽ വിദ്യാഭ്യാസവും, ആരോഗ്യ യോജനയിൽ ഈ പാവപ്പെട്ടവർക്ക് അടുത്തുള്ള ആശുപത്രിയിലെല്ലാം നമ്മൾ സംസാരിച്ചിട്ട് സൗജന്യം ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള, അതുപോലെ ഗോശാലയുണ്ട്. അതിൽ നിന്ന് ഈ ഗോബർ കിട്ടിയത് ഈ സാവയവ കൃഷിക്കാണ്. രാസവളം നമ്മൾ ഉപയോഗിക്കാറില്ല. ഈ കൃഷിയെല്ലാം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് ഒത്തിരി നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്നുണ്ട്. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്ന അന്നദാന പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് അറിവ് പകരാനുള്ള അക്ഷര പദ്ധതി, നിത്യരോഗികളായി കഴിയുന്ന ഗ്രാമീണ ജനതയ്ക്ക് പരിരക്ഷ നൽകുന്ന ആരോഗ്യ പദ്ധതി, തെരുവിൽ കഴിയുന്ന പാവപ്പെട്ടവർക്ക് വീടുകൾ പണിത് നൽകുന്ന ആശ്രയ പദ്ധതി, തൊഴിൽ തേടി അലയുന്ന യുവതീ യുവാക്കൾക്ക് സ്വയം തൊഴിൽ സഹായം ചെയ്യുന്ന ആധാർ പദ്ധതി എന്നിവയാണ് ആശ്രമത്തിന്റെ കീഴിൽ വിജയകരമായി നടപ്പിലാക്കുന്നത്. കൊണ്ടേവൂർ ഗ്രാമത്തിൽ തരിശായി കിടക്കുന്ന ഭൂമി ഇപ്പോൾ നെൽവയലുകളാലും പച്ചക്കറിത്തോട്ടങ്ങളാലും നിറഞ്ഞിരിക്കുകയാണ്. അന്ധകാര നിബിഡമായ സമകാലീന ജീവിതത്തിൽ ഒരു മിന്നാമിന്നിങ്ങിന്റെ നുറുങ്ങുവെട്ടമായി തീരുകയാണ് കൊണ്ടോവൂരിലെ ഈ ആശ്രമം. ക്യാമറമാൻ ബിജുവിനോടൊപ്പം KV ബൈജു, സൂര്യ ന്യൂസ്, കാസർഗോഡ്.